എന്ത് മൂടാ വല്ല മൂട് പറയാനുണ്ടോ? എന്തൊരു മൂട് മനസ്സിൽ വന്നു. ചിലപ്പോഴൊക്കെ ആളോ സന്ദർഭം ഒന്നും നോക്കണ്ട, ഒരു ഡാൻസ് കളിക്കോ 4 സ്റ്റെപ്പ് വെക്കോ എന്ന് ചോദിക്കുമ്പോ എന്താ വേറൊരു വിഭാഗമുണ്ട് ഇതുപോലെ, അവർക്ക് സ്വയം കാണിക്കാനായിട്ട് അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പം തിരിച്ചും സൗകര്യമില്ലാന്നോ? അല്ല, അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തും നന്നായിട്ട് നിൽക്കണ്ടേ. അതുപോലെ കണ്ടിന്യൂസ് നെഗറ്റീവ് കമന്റ്സ് അല്ലെങ്കിൽ ട്രോൾസ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നാറ്? നല്ലത് പറയാൻ 10 പേരുണ്ടോ? നമ്മൾ ഈ പരിപാടി ചെയ്യുന്ന അവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മള് ബാക്കിയുള്ളവർ വന്നോളും, നെഗറ്റീവ് പറഞ്ഞോട്ടെ. മാങ്ങയുള്ള മാവിലല്ലേ കല്ലെറിഞ്ഞോട്ടെ. ജീവയ്ക്ക് നെഗറ്റീവ് കമന്റ്സ് വരാറുണ്ടോ? അമ്മയെ തല്ലിയ 2 വർഷമുള്ള നാളല്ലേ വരും. ഞാൻ ഇതിലൊന്നും ഇല്ല, ഞാൻ ഇതിലേക്കൊന്നും നമ്മള് വല്ലപ്പോഴും വന്ന് പറഞ്ഞത് പോകുന്നുണ്ട്. എന്തിനാ പടത്തിന്റെ ട്രെയിലറിന്റെ താഴെ ഉണ്ടെന്ന് വായിച്ചു. എനിക്ക് വേറൊരു കാര്യം തോന്നുന്നത്, ഈ വന്നിറങ്ങുമ്പോഴൊക്കെ ഇംഗ്ലീഷ് സോങ്ങിന്റെ സ്വാഗിൽ സ്മോക്ക് ചെയ്തൊക്കെ അറിയണേ, ഇതൊക്കെ ചോദിച്ചു വാങ്ങിച്ചതാണോ അതോ അത് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാ അള്ളിയത് ഞാൻ കയറി. അപ്പ പിടിച്ച പിടിയാ പിന്നെ വിട്ടിട്ടില്ല, ഇപ്പോഴും വിട്ടിട്ടില്ല. ഹലോ ഹായ്, വെൽക്കം ടു ജിഞ്ച മീഡിയ. സോ സാഹസം എന്ന് പറഞ്ഞ മൂവി സക്സസ്ഫുള്ളി തിയേറ്ററിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇന്ന് എൻ്റെ കൂടെയുള്ളത് ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്, ഡയറക്ടർ, ദ ഹീറോ, ദ വില്ലൻ ആൻഡ് സിനിമയിൽ ത്രൂ ഔട്ട് അഴിഞ്ഞാടിയ ഒരു കുടിയൻ. അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ, ബിക്കോസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അദ്ദേഹത്തിൻ്റെ റോള്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ദിവിൻ ചേട്ടനോട് ചോദിക്കുകയാണ്, ഈ കാസ്റ്റിംഗിലേക്ക് വന്നത് എങ്ങനെ? ഓരോ ക്യാരക്ടറിനും ഒന്നുകിൽ അപ്രോപ്രിയേറ്റ്, ഇപ്പം ഒരു മെജോറിറ്റി ഓഫ് ആളുകളും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ബാബുചേട്ടൻ കണ്ടാൽ തന്നെ അറിയാം, ആ സിനിമയിൽ നമ്മളിപ്പോൾ കാണുമ്പോൾ ബാബുചേട്ടൻ അല്ലാതെ ഒരാൾ ചിന്തിക്കാൻ പറ്റില്ല. അത് അങ്ങനെ തന്നെയാണ് വന്നത്. നരേൻ ചേട്ടൻ്റെ ഒക്കെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്, ഒരു കോൺട്രാസ്റ്റ് ആണ് വർക്ക് ചെയ്തത്. കാരണം പുള്ളിയെ ഇതുവരെ കാണാത്ത ഒരു സംഭവം കൊണ്ടുവരുന്നു. അപ്പം അങ്ങനെ ഓരോ ആളുകൾക്കും എനിക്ക് ഭഗത്ത് തന്നെ ഇതുപോലെ കണ്ടിട്ടുണ്ടാവില്ല നമ്മൾ വേറെ എവിടെയും. കാർത്തി ആണെങ്കിൽ കാർത്തിക് അപ്രോപ്രിയേറ്റ് ആണ് എന്ന് പറഞ്ഞ പോലെ ഓരോ ആളുകൾക്ക്, ചിലർക്ക് കോൺട്രാസ്റ്റ് ആണ് വർക്ക് ചെയ്തത്, ചിലർക്ക് റൈറ്റ് അപ്രോപ്രിയേറ്റ്. റംസാൻ ആദ്യം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് സിനിമയ്ക്കകത്ത്, എല്ലാവരുടെയും ലൈഫിൽ ഒരു സിനിമാറ്റിക് ഡേ ഉണ്ടാകുമല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും 4 പേരുടെ ലൈഫിൽ ഒരു സിനിമാറ്റിക് ഡേ ഇൻ ലൈഫ് വന്നത്, അങ്ങനെ ഒരു മൊമെന്റ് എന്താണ്? ഒരുപാട് മൊമെന്റ്സ് സംഭവിച്ചിട്ടുണ്ട് സിനിമാറ്റിക്കലി. നമുക്ക് അതിപ്പോൾ പേഴ്സണലായാലും അല്ല പ്രൊഫഷണൽ വൈസ് നോക്കുവാണെങ്കിൽ ഈ സിനിമയിലിട്ട് ഞാൻ ഇന്നായി തന്നെയാണ്. കാരണം എന്നെ ഒരു ദിവസം ഇതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ചേട്ടൻ വിളിക്കുന്നു. അപ്പോൾ ഇങ്ങനൊരു പരിപാടി ഉണ്ട്, 21 ഗ്രാംസിൻ്റെ ഡയറക്ടറാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞാൽ നമുക്ക് കാണാം, നാളെ കാണാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു നാളെ കാണാം. ഞാനപ്പോൾ ഒരു കഫേയിൽ ഇരിക്കുക, നാളെ കാണാട്ടാ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നാളെ സമയം ലൊക്കേഷൻ ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ജിയോ വിളിച്ചു, മോനെ ഒരു പടമുണ്ട്, അപ്പം നീ ഒന്ന് കഥ കേൾക്കണം. ഞാൻ പറഞ്ഞു കേൾക്കാം, അങ്ങനെയാണെങ്കിൽ നാളെ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ പോവാം. ഒന്നില്ലെങ്കിൽ ഡയറക്ടറിൻ്റെ ഫ്ലാറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ ഒരു കഫേയോ അങ്ങനെയൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഞാൻ നേരെ ഫോട്ടോ വെച്ചിലോട്ട് പോകുന്നു, നോക്കുമ്പോൾ ക്യാരവനൊക്കെ ഉണ്ട്. കയറി വരാൻ പറയുന്നു, കയറി വന്നു. നോക്കിയപ്പോൾ പടത്തിന്റെ ഷൂട്ട് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് ഡയറക്ടർ വന്ന് എൻ്റെ അടുത്ത് കഥ പറയാ. അപ്പൊ എന്നെ സംബന്ധിച്ച് ഈ പടത്തിന്റെയാണ്. അപ്പൊ ഞാൻ ഇവിടെ അപ്പൊ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തോ, ഓക്കെ ഇനി എനിക്ക് വേണ്ടത് എന്താണ് സ്ക്രിപ്റ്റ്, എന്താണ് പരിപാടി എന്നുള്ളതായിരുന്നു. സോ അത് പുള്ളി ഓൾമോസ്റ്റ് ലാസ്റ്റ് ആണ് എൻ്റെ അടുത്തൊക്കെ കഥ പറയുന്നത്. അപ്പോൾ ഈ ബാക്കിയുള്ള എല്ലാ ആർട്ടിസ്റ്റിൻ്റെ അടുത്തും കഥ പറഞ്ഞ് ഭയങ്കര മോൾഡായി കഥ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര പരിപാടിയായിട്ട് തോന്നി. പിന്നെ 21 ഗ്രാംസിന്റെ ഡയറക്ടർ ആണല്ലോ, എന്തായാലും പടം മോശമാവില്ല എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഇപ്പൊ നോക്കുമ്പോൾ ചിലപ്പോൾ ഓക്കെ അതൊരു സിനിമാറ്റിക് വേ ആണ് എന്നെ സംബന്ധിച്ചിപ്പോ. ഞാൻ എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഏതിലൊരു പടത്തിന് ഓഡീഷനെങ്കിലും വന്നായിരുന്നെങ്കിൽ നമുക്ക് അങ്ങോട്ട് അപ്ലൈ ചെയ്യായിരുന്നു എന്നാലോചിച്ചിരിക്കുന്ന സമയത്താണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്നെ ഒരു
ആ ഒരു ചേട്ടാ കണ്ണും പൂട്ടി വാ കാരവന് കേറി അഭിനയിച്ചോന്ന് പറയാൻ അല്ല അന്ന് അഭിനയിച്ചിട്ടില്ല. അന്ന് കഥ പറഞ്ഞ് പിറ്റേ ദിവസം ആലോചിച്ച് ഡൗട്ട് ഉള്ളതൊക്കെ ഞാൻ ഒന്ന് ക്ലിയർ ചെയ്ത് പിന്നെ എനിക്കൊരു 1 വീക്ക് അല്ലേ 1 വീക്കിന് ശേഷമായിരുന്നു ഞാൻ ക്യാരക്ടറിലേക്ക് ഇന്നാവുന്നത്. ഏത് മൂഡ് സെഗ്മെന്റ് ആണ് കേട്ടോ. ഏത് മൂഡ് സെഗ്മെന്റ്? ഈ കുറെ ടേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പോൾ ഈ തൃപ്തരായിരിക്കും, പക്ഷെ ഇത് കണ്ടു പറയും ഇല്ലടാ ഒരു ടേക്കും കൂടി പോകണം എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് ഏത് മൂഡായിട്ടാണ് നിങ്ങൾ പറയുന്നത്? പോളിംഗ് മൂഡ്, മറ്റേ മൂഡ്, മറിച്ച മൂഡ് എന്നൊക്കെ പറയൂല്ലോ, അതുമാതിരി എന്തെങ്കിലും ഒരു വേർഡ് ഉണ്ടോ? അതായത് ഡയറക്ടർ അങ്ങനത്തെ അവസ്ഥകൾ വന്നിട്ടുണ്ടോ? റീടേക്സ് പോയിട്ടുണ്ട്. നമ്മൾ വലിയ ആക്ടേഴ്സ് റീടേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓക്കെ റീടേക്ക് അതിന് വേറെ ചോദ്യമില്ലല്ലോ. അതിന്റെ പെർഫെക്ഷൻ ആയിട്ട് നമ്മളും അടുത്താണ് എന്നിട്ട് പോവാം. അങ്ങനെ ഒരാൾക്ക് പോലും ഇഷ്ടപ്പെടാതെ പോകാൻ പാടില്ല. അതെ, അങ്ങനെയായിരുന്നു. ഓക്കെ. ഇനി പബ്ലിക്കില് പലപ്പോഴും ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ പറയണ ലുലു മോളിൽ കൂടി നടക്കുക അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പബ്ലിക്കിൽ പോയിട്ട് ചില ആൾക്കാരുണ്ടാവുമല്ലോ മനസ്സിലായി എന്നാലും മനസ്സിലാവേണ്ട ഇത് അവനല്ലേടാ എന്ന ഭാവത്തിൽ നിൽക്കുന്നത്. ആ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ വരാറുള്ളത് എന്ത് മൂടാണ്? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഓ എന്ത് മൂടാ? വല്ല മൂഡ് പറയാനുണ്ടോ? ഇന്നൊരു മൂഡ് മനസ്സിൽ വന്നു. അത് അവർക്ക് പ്രത്യേകിച്ച് എറണാകുളത്താണെങ്കിൽ അവർക്ക് അവരെല്ലാ സ്റ്റാർസിനെയും വലിയ വലിയ സ്റ്റാർസിനെയൊക്കെ ആ വളവിലൊക്കെ കാണുന്ന ലാലേട്ടൻ, പിന്നെ യാത്രയിൽ പോകുമ്പോൾ ലാലേട്ടൻ്റെ കാറ് കാണാം, പിന്നെ പനമ്പള്ളി സൈഡ് പോയി കഴിഞ്ഞാൽ മമ്മൂക്കയുടെ കാറ്, എല്ലാ വലിയ വലിയ ആക്ടേഴ്സും ഉണ്ട്. അപ്പോഴാണ് നമ്മൾ ലുലുമാൾക്കൂടെ നടക്കുന്നത്. അപ്പൊ അത് കാണുമ്പോൾ നമ്മളങ്ങ് പോയിക്കുക എന്നുള്ളത്. കാര്യം നമ്മളെ കാത്തപ്പുറത്ത് നമ്മളോട് സംസാരിക്കാൻ വേറെ 2 പേരുണ്ടാവും എന്നുള്ള മൈൻഡാ. അങ്ങനെയൊക്കെ സ്ഥിരം ഉണ്ടാവാറുണ്ടാവുമായിരിക്കുമല്ലോ നിങ്ങളുടെ അടുത്ത് വന്ന ആൾക്കാർ. സ്നേഹം മീൻസ് മലയാളികൾ കുറെ പേര് അങ്ങനെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്നേഹം കാണിക്കുന്നവരുണ്ട്. ചിലർ വന്നിട്ട് പറയും ഭഗത്തല്ലേ എന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ട് വർത്താനം പറയണം. ചിലര് പ്രത്യേകം നോക്കിട്ട് ആ മൂടും ഉണ്ടല്ലേ. അതേമാതിരി ഈ പാപ്പരാസീസ് ഇതിപ്പോ സ്ഥിരം കാണുന്ന പാപ്പരാസീസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചാൽ മനസ്സിലായില്ല, എടുത്ത് പേര് പറയുന്നില്ല. എവിടെ പോയാലും നിങ്ങളിപ്പം നല്ല ഇതിൽ നിൽക്കുവാണെങ്കിലും വന്നിട്ട് കവർ ചെയ്യും പല ആംഗിളിൽ നിന്നും. അപ്പൊ നിങ്ങൾക്ക് ഏത് മൂടാ വരാറുള്ളത്? പച്ചക്ക് പറയാൻ പറ്റുന്ന ഇതെല്ലാം പറയാൻ പറ്റാത്ത പറഞ്ഞതിലൊന്നും അങ്ങനെ ഇത് എനിക്കറിയാം. എല്ലാവരും പറയുന്നത് കഴിഞ്ഞ ദിവസം നസ്ലിൻ ഒരു ഇന്റർവ്യൂവിന്റെ അകത്ത് തന്നെ പറഞ്ഞു കേട്ടു, പിന്നെ നമ്മൾ മടുത്തായിരിക്കും ഇരിക്കുന്നത്, ആ സമയത്ത് വന്നിട്ടായിരിക്കും ഇവരുടെ ഓരോ കുട്ടി കുട്ടി ചോദ്യങ്ങൾ. ഇതിനകത്ത് ഇവർക്കും അവരുടേതായ ജോലി തന്നെയാണ്, റെസ്പെക്ട് ദാറ്റ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അവർ ചില മീഡിയാസ് ഒക്കെ ഭയങ്കര കൺസേൺ ഉള്ളവരാണ്. അവർക്ക് മനസ്സിലാവും എടാ വേണ്ട എന്ന് പറഞ്ഞിട്ട് അവർ മാറ്റും. നമ്മൾ പോകേണ്ട സമയമാണെങ്കിൽ അവർ റെസ്പെക്ട്ഫുള്ളി നമുക്ക് വഴിയും. ചിലവർക്ക് ഈ പറയുന്ന പോലെ ചില കണ്ടന്റുകൾ അങ്ങനെ ചിലപ്പോൾ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമ്മൾ തന്നെ ഓക്കെ നമ്മുടെ ഇന്ന സ്ഥലത്ത് നമ്മൾ സക്സസ് സെലിബ്രേഷൻ ഉണ്ട്, മീഡിയ വന്ന് കവർ ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് അവർ വരും, നമ്മൾ വിളിക്കുന്നതായിരിക്കും, നമ്മൾ അവരെ നന്നിട്ട് ട്രീറ്റ് ചെയ്യും, അവർ നമുക്ക് നല്ല ട്രീറ്റ്മെന്റ് തരും. ഇതെല്ലാം കഴിഞ്ഞ് ഓക്കെ ഇനി അവർക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും, ചോദ്യങ്ങളുണ്ടാവും, വി ആർ റെഡി ടു ഫേസ് ദാറ്റ്. അത് കഴിഞ്ഞും അതും കഴിഞ്ഞ എല്ലാവരും ഒന്നുമില്ല കേട്ടോ, എല്ലാവരും ഒന്നുമില്ല. എന്താ പറയുക, ചില സമയത്ത് ചിലപ്പോൾ വളരെ പേഴ്സണൽ ആയിട്ടുള്ള സംസാരത്തിലായിരിക്കും. അപ്പൊ അവര് അത് കവർ ചെയ്യുമ്പം ചെയ്ത് അവർക്ക് വിഷ്വൽ വേണമെങ്കിൽ വിഷ്വൽ എടുത്തോ. പക്ഷേ അവിടെ ഇപ്പം പേഴ്സണൽ ആയിട്ടുള്ള അപ്പോൾ കേൾക്കുമ്പോൾ അറിയായിരിക്കുമല്ലോ, നമ്മൾ സിനിമയെ പറ്റി ആയിരിക്കത്തില്ല. ചിലപ്പം എനിക്ക് വയ്യായിരിക്കും, എൻ്റെ എന്തെങ്കിലും കാര്യമായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വയ്യ ഞാൻ ആ ദിവസം ഇങ്ങനെ അടുത്ത് ഇങ്ങനെ നല്ല ബോഡി പെയിനൊക്കെ ഉണ്ട്. അത് ചെറിയ കോണ്ടന്റ് ഒന്നും അല്ല, പക്ഷെ അത് അങ്ങനെ ഒരുപാടുണ്ട് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ടോക്സ്. ആ ഇടുന്ന വീഡിയോയ്ക്കകത്ത് ആ ടോക്സ് പോകാറുണ്ട്. അതൊന്ന് നോക്കിയാൽ മതി, അത്രേ ഉള്ളൂ. സൂക്ഷിച്ചു പറയണല്ലോ അല്ലേ, ഇന്നത്തെ കാലത്ത് സൂക്ഷിച്ചു പറയണമെന്ന് പോയിന്റ് വരുന്നുണ്ട്. ഇനി റംസാനോടാണ് മെയിൻ. ചിലപ്പോഴൊക്കെ ആളോ സന്ദർഭം ഒന്നും നോക്കാണ്ട് ഒരു ഡാൻസ് കളിക്കോ 4 സ്റ്റെപ്പ് വെക്കോ എന്ന് ചോദിക്കുമ്പോ എന്താണ് തോന്നാറുള്ളത്? അങ്ങനെ വരാറുണ്ടോ? സ്ഥിരം വരാറുണ്ടോ? സ്ഥിരമല്ല, എന്നാലും എവിടെയെങ്കിലൊക്കെ വരാറുണ്ട്. നമ്മള് എല്ലാരും ചിലപ്പോൾ ഡാൻസ് കണ്ട ഇഷ്ടത്തിൽ ചോദിക്കുന്നവരുണ്ട്, നമുക്ക് മനസ്സിലാവും. പക്ഷെ ചിലവര് എന്നാ ഇപ്പോൾ ഒരു ഡാൻസ് കളിക്കും എന്നുള്ള അത് ഇത്തിരി മോശമാണ്. അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പം നമുക്ക് അവര് പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാവും. ചിലവര് നമ്മുടെ ഡാൻസ് കണ്ട് ഇഷ്ടം കൊണ്ട് അയ്യോ നമ്മുടെ ഒരു ഡാൻസ് കണ്ടാൽ കൊള്ളായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. അത് നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മളിപ്പോ നമുക്ക് പെർഫോമൻസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ പറയും ചേട്ടാ അപ്പോൾ കുറച്ച് ടയർഡാണ്, അല്ലെങ്കിൽ എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരു പരിപാടി, അത് അങ്ങനെ പറയുന്നവരുണ്ട്. വേറൊരു വിഭാഗമുണ്ട് ഇതുപോലെ, അവർക്ക് സ്വയം ഷോ കാണിക്കാനായിട്ട്
അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പം തിരിച്ചും സൗകര്യമില്ലാന്നോ അപ്പുറത്തെ ഒരു മൂന്ന് പോലെ അല്ല, അത് എന്താന്ന് വെച്ചാൽ നമ്മുടെ അടുത്തും നന്നായിട്ട് നിക്കണ്ടേ, നമ്മള് മാത്രം എല്ലാവരും നന്നായിട്ട് നിക്കണം എന്ന് അവർ എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമില്ല. മനസ്സിലാവാറില്ലെന്ന് തോന്നുന്നു. ഇപ്പൊ നിങ്ങളെ കണ്ടു കഴിയുമ്പോ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യണം എന്നൊരു വെപ്പുണ്ട് അല്ലെ, അതുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഈ കോളേജും കാര്യങ്ങളൊക്കെ പോകുമ്പോ അതൊക്കെ വലിയ താങ്ക്സ് പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം അവര് ഈ പറയുന്ന പോലെ രതിപുഷ്പം തൊട്ട് അല്ലെങ്കിൽ ആ പാട്ട് ഇപ്പോഴും ഇതിന്റെ പ്രൊമോഷൻ പോകുമ്പോഴും ആ സോങ് ഇടും, ഓണം മൂഡ് ഇടും. സോ ഇതൊക്കെ അവർക്ക് ഓക്കെ, എന്തായാലും ഞാൻ അവിടെ സ്റ്റേജിലുണ്ട്, അപ്പൊ അവർക്ക് അതൊന്ന് കണ്ടാൽ കൊള്ളാന്ന് പറയുമ്പോൾ ഐ ട്രൂലി റെസ്പെക്ട് ദാറ്റ്. അതൊക്കെ ഓക്കെയാണ്. ഇത് വേറെ വിഭാഗത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലാവും എനിക്കറിയില്ല. മനസ്സിലായി. ചില സമയത്ത് നമ്മളും കാണാറുണ്ട് അങ്ങനത്തെ ആൾക്കാരെ. എന്നൊക്കെ ഒരു പാട്ട് പഠിക്കല്ലേ എന്നൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചു കേട്ടോ. അതുമാതിരി കണ്ടിന്യൂസ് നെഗറ്റീവ് കമന്റ്സ് അല്ലെങ്കിൽ ട്രോൾസ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നാറ്? മീൻസ് നിങ്ങളുടെ നിങ്ങൾ എൻജോയ്, ചിലര് മടുത്തിട്ട് തിരിച്ച് കമന്റ് കൊടുക്കുന്നവരെ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഹൗ ഡു യു എൻജോയ്, അല്ലെങ്കിൽ ആ സമയത്തെ ഒരു അവസ്ഥ എന്താണ്? എനിക്ക് അത്ര എൻജോയ് ചെയ്യേണ്ടി തോന്നാറില്ല. ഞാനിപ്പോൾ വായിക്കാറില്ല, ചെറുതെടുത്ത് നോക്കും, പിന്നെ അതങ്ങ് വിട്ടുകളയും. അല്ല, എന്നെ സംബന്ധിച്ച് നമുക്കൊരു പോസിറ്റീവ് സൈഡ് എവിടെന്നെങ്കിലും നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് വരുമ്പോൾ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നെഗറ്റീവ് ഉണ്ടാവും. അതെന്തായാലും നമ്മൾ ഫേസ് ചെയ്യണം. ഫേസിലൂടെ കിടന്നു പോകണം. ഞാനത് എൻജോയ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നെഗറ്റീവ് ആണെങ്കിലും ഒരു ഓക്കെ കമന്റ് ചെയ്യട്ടെ. ഇപ്പൊ ചിലവര് നല്ല കാര്യം, ഇപ്പൊ നമ്മൾ എല്ലാ നെഗറ്റീവ് വായിക്കുമ്പോഴും ചിലപ്പോൾ നല്ലതിന് വേണ്ടി പറയുന്നവരുണ്ടാവും. അത് നെഗറ്റീവായിട്ട് നമ്മൾ എടുക്കാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. അത് എടുക്കരുത്. ചിലര് നമ്മുടെ ഈ ഫാമിലിനെ പറയും, അത് ഭയങ്കര മോശം. എനിക്കത് ഈ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂ പുറത്തിറങ്ങിയപ്പോൾ അതിനടിയിൽ വന്നിട്ട് ഫാമിലി ഫുൾ ചീത്ത വല്ലാതെ വിഷമം തോന്നി. അപ്പോ അല്ല, ആ അക്കൗണ്ട് പിന്നെ ആ പരിപാടി അങ്ങ് വേണ്ട. We don't give a dash mood. We don't give a dash mood. Okay. അല്ല, അത് നമുക്ക് അവരുടെ ക്യാരക്ടർ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് അതിനു വേണ്ടി തന്നെ ഇരിക്കുന്നവരുണ്ട്. നമ്മളിപ്പോ അവരെ പറ്റി സംസാരിക്കുന്നത് തന്നെ വേസ്റ്റ് ഓഫ് ടൈമാണ്. തീർച്ചയായിട്ടും അവരെ പറ്റി നമ്മൾ കൺസിഡർ ചെയ്യണം. നമുക്ക് നമ്മുടെ ഒരു കോണ്ടന്റ് കണ്ടിട്ട് അതിനെപ്പറ്റി നല്ലത് പറയാൻ 10 പേരുണ്ടോ, നമ്മൾ ഈ പരിപാടി ചെയ്യുന്ന അവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ബാക്കിയുള്ളവർ വന്നോളും, നെഗറ്റീവ് പറഞ്ഞോട്ടെ. മാങ്ങയുള്ള മാവിലല്ലേ കല്ലെറി പറഞ്ഞോട്ടെ. ജീവയ്ക്ക് നെഗറ്റീവ് കമന്റ്സ് വരാറുണ്ടോ? അല്ല, ഞാൻ ജീവനെ എപ്പോഴും ആരെന്ത് പറഞ്ഞാലും പിന്നെ അമ്മയെ തല്ലിയ 2 വർഷമുള്ള നാളല്ലേ വരും, ഉറപ്പായിട്ടും വരും. നല്ലല്ലേ? ഞാൻ ഇതിലൊന്നും ഇല്ല, ഞാൻ ഇതിലേക്കൊന്നും പോകുന്നുണ്ട്. എന്തിനാ പടത്തിന്റെ ട്രെയിലറിന്റെ താഴെ ഉണ്ടെന്ന് വായിച്ചാൽ എല്ലാവർക്കും കൂടെ ഉള്ളത് പേടിക്കാനില്ല. നമ്മുടെ സിനിമ കണ്ടു കഴിഞ്ഞ് നല്ലത് പറയുന്ന ആൾക്കാർ നല്ലത് പറയുന്നതിന്റെ താഴെ മോശം കമന്റ് ചെയ്യുന്നവരുണ്ട്. പർപ്പസ്ഫുള്ളി ആണോ അല്ലാതാണോ, ഇതെന്തെങ്കിലും ഒരു ക്യാമ്പയിന്റെ ഭാഗം നമുക്കൊന്നും അറിയത്തില്ല, വെറുതെ പറഞ്ഞിട്ട് പോവാ. ഓക്കെ, അതങ്ങനെ അതിലൊരെണ്ണത്തിന്റെ ഫേക്ക് ഐഡിയ. അങ്ങനെയാണ് ഞാൻ അല്ല, ഈ പറഞ്ഞ മാതിരി മാങ്ങയുള്ള മാവിന്റെ കല്ലറിയുള്ളവൻ എന്നെ എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അറിയുന്ന ഒരു കാര്യം കൂടിയാണ്. ചിലർക്ക് അതൊരു രസ. അവര് ഇഷ്ടം നോക്കി നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ പോവാം. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഇതിൽ തന്നെ പറയുന്നുണ്ട്. ഇത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആട്ടോ. ഇപ്പം ഭാവിയിൽ റംസാനും ജീവയൊക്കെ, അല്ലെങ്കിൽ നിങ്ങളെ 3 പേരെ പോലെയും ഒക്കെ മിമിക്ക് ചെയ്ത് വനിതാ വിനീതയില് ഇപ്പൊ നമ്മൾ സ്ഥിരം കാണാറില്ലേ, സിനിമ വന്നു കഴിയുമ്പോ അടുത്ത കുറച്ചാൾ കഴിയുമ്പോ ഒരു റംസാൻ വരുന്നു, ഒരു ജീവ വരുന്നു, ഒരു ഭഗത് മാനുവലൊക്കെ വന്നു കഴിയുമ്പോ ആ സമയത്ത് എന്തായിരിക്കും? അതിനോടുള്ള ഒരു പ്രതികരണം വല്ലതും ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയ നാളെ. അല്ല, ഞാൻ കാര്യമായിട്ട് വന്നതാ. ചിലപ്പോ കുറെ നാൾ കഴിയുമ്പോ ഫാൻസ് വന്ന് ഇറങ്ങും. ഞാൻ അല്ല, അങ്ങനെ ഒരാൾ അതിനു വേണ്ടി എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് നല്ലതല്ലേ? നല്ലതാണ്. അതിന് പിന്നെ ഇപ്പൊ അതൊരു ട്രെൻഡാണ്. ഇപ്പൊ ശ്രദ്ധ ചിലപ്പം ഇഷ്ടം കൊണ്ടായിരിക്കും, ചിലപ്പോ ശ്രദ്ധ കിട്ടാനായിരിക്കും. അവരുടെ ഉദ്ദേശം നമുക്ക് അറിയില്ല. നമ്മളെ ഒരു ഇത് നമുക്ക് വേണ്ടിട്ട് അങ്ങനെ എഫേർട്ട് ഇടാൻ എന്തിന്റെ ഉദ്ദേശത്തിലല്ലേ കേട്ടോ. ഈ പറയുന്ന പോലെ അറ്റൻഷന് വേണ്ടിയിട്ടാണ് ചെയ്യാറുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനാണെങ്കിൽ ഓക്കെ, അവർക്ക് അത് മീഡിയാസ് വരുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. അത് അവർക്ക് നല്ലത് കിട്ടുവാണെങ്കിൽ അത് അവര് കിട്ടിക്കോട്ടെ. അവരെ കാണാനും അവരെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും, സപ്പോർട്ട് ചെയ്യട്ടെ. അതല്ല, അവർക്ക് ഞാൻ എവിടെയോ കണ്ട പോലെ എനിക്കുണ്ട്, ലൈക്ക് അവർക്കും അഭിനയിക്കാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അവർക്കും ഈ ഫീൽഡിലോട്ട് വരണം എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇതാണ് അതിന്റെ പ്രോപ്പർ വേ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ ഫോളോ അപ്പ് വേറെയാണ് പടത്തിന്റെ. അത് ഫോളോ അപ്പിലൂടെയാണ് നമുക്ക് അതിനകത്തേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ.
ഇതിലൂടെ നമുക്ക് മറ്റുള്ളവർക്ക് ചിരിക്കാൻ കുറച്ച് സമയം കൊടുക്കാം എന്നുള്ളത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അറ്റൻഷൻ സീക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, താങ്ക് യു ഫോർ ദാറ്റ് സെഗ്മെന്റ്. ഞാൻ ബോറടിപ്പിച്ചില്ലെന്ന് വിചാരിക്കുന്നു. ശ്വാസം മുട്ടിച്ചു. ഞാൻ നിങ്ങള് ഭഗത്തേട്ടന് നല്ല തിരിച്ചെന്തെങ്കിലും ഒരു കൗണ്ടർ ഒക്കെ തരാന്നാണ് ഞാൻ അത് പ്രതീക്ഷിച്ച ഓരോന്ന് ചോദിക്കുന്നത്. പക്ഷെ ഈ സെഗ്മെന്റിലാണ് ഞങ്ങൾക്കുള്ളത് ഇപ്പൊ വരും. ഇത് പീസ് പീസാക്കി വായിക്കണം കേട്ടോ, സെഗ്മെന്റ് ചോദിച്ചു പോകരുത്, എല്ലാവരും വായിക്കണം. അതേമാതിരി തന്നെ നിങ്ങളുടെ 4 പേരുടെ എന്താണ് ലൈഫിൽ മോനെ ഇങ്ങനെ ഒരു നിമിഷം എന്നൊക്കെ തോന്നുമല്ലോ, സിനിമാറ്റിക് അങ്ങനെ ഒരു മൊമെന്റ് എന്താ ലൈഫിലുണ്ടായത്? ഏറ്റവും സിനിമാറ്റിക്കും ഏറ്റവും എന്താ പറയാ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ് എന്റെ മോനുണ്ടായത് ഞാൻ ഉണ്ടായിരുന്നു അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും ഞാൻ കോളേജിൽ നിന്ന് കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് സിനിമ എന്നൊക്കെ പറഞ്ഞ് എന്നാ 3 വർഷമായാലും നിങ്ങൾക്ക് തീർത്തോടെ അതൊക്കെ എന്താണ് പരിപാടി എന്നൊക്കെ പറഞ്ഞ് കട്ട് അതേ കോളേജിൽ നിന്ന് ഗസ്റ്റ് ആയിട്ട് വരണമെന്ന് പറയുമ്പോൾ ആ പഴയത് അതൊരു സിനിമാറ്റിക് മൊമെന്റ് ആയിരുന്നു. അത് മീൻസ് എല്ലാവരും ആഗ്രഹിക്കുന്നതായിരിക്കും എവിടെയെങ്കിലും ഒന്ന്. യെസ്, അത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും ആ മൊമെന്റ് എൻജോയ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. നമ്മൾ പഠിച്ച സ്ഥലത്ത് നമ്മൾ ആ ഒരു പരിപാടിയുടെ ഒരു ഗസ്റ്റ് ആയിട്ട് പോകാന്ന് അതെനിക്ക് തോന്നുന്നു ഈ ഒരു മേഖലയുടെ ഏറ്റവും ഹൈ കിട്ടുന്ന ഒരു സാധനമാണ് നമ്മൾ പഠിച്ച അല്ലേ. സത്യം, എന്റെ മോന്റെ സ്കൂളിൽ ഞാൻ ചീഫ് ഗസ്റ്റ് ആയിട്ട് പോകും. ഒരു 2 തവണ പോയി. ഒരു പ്രാവശ്യം ഞാൻ പോയി, ഒരു പ്രാവശ്യം ഞാൻ തന്നെ പോയി. പക്ഷെ നല്ലൊരു ഒരു വല്ലാത്തൊരു ഞാനും പോയി. അത് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പരിപാടി നമ്മൾ പഠിച്ച സ്കൂളിൽ പഠിച്ച കോളേജിലൊക്കെ അവിടെ ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാര്യം അന്ന് ചിലപ്പോ അന്ന് എന്ത് പാടാ ക്ലാസ്സിലും വരത്തില്ല എന്നൊക്കെ പറഞ്ഞ ടീച്ചർക്ക് മോനെ. ഞാനും ഇതുപോലെ മൂവാറ്റുപുഴ കോപ്പറേറ്റീവ് പബ്ലിക് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. സോ KG തൊട്ട് 10th വരെ ഞാൻ അവിടെ പഠിച്ചത്. അപ്പോൾ ഞാൻ ഭീഷ്മപൂർവ്വമൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഗസ്റ്റായിട്ട് വിളിച്ചു തന്നെ. അപ്പോൾ ഞാൻ ചെന്നപ്പോഴേക്കും അവിടുത്തെ കുറെ ഒരു 10-20 സ്റ്റുഡൻസ് എന്റെ ഫേസ് മാസ്ക് ഒക്കെ ഇട്ട് രതിപുഷ്പം ഡാൻസ് ഒക്കെ കളിച്ച് വെൽക്കം ചെയ്ത് അത് ഭയങ്കര എനിക്കത് കുറെ കാണുമായിരിക്കും. പക്ഷെ ഇപ്പൊ പെട്ടെന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് 21 ഗ്രാംസിന്റെ കഥ അനുവേട്ടൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ എനിക്ക് സിനിമ സംവിധാനം ചെയ്തിട്ടോ എഴുതിയിട്ടോ സിനിമ സെറ്റ് കണ്ടിട്ടോ സിനിമ ഷൂട്ടിംഗ് കണ്ടിട്ടോ ഉള്ള എക്സ്പീരിയൻസ് പോലും ഇല്ല. അപ്പോൾ ഞാനൊരു സ്ക്രിപ്റ്റും കൊണ്ട് പോയി ഒരു ഡിസംബർ 24-ാം തീയതി അത് കൊടുത്തിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഇയാൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അനുവേട്ടൻ എന്നെ വിളിച്ചിട്ട് അടിപൊളി പടമാണ് നമ്മളിത് ചെയ്യുന്നു എന്ന് പറയുന്നു. അവിടെ നിന്ന് 14-ാമത്തെ ദിവസം ഷൂട്ട് തുടങ്ങും. എനിക്കതിൽ വലിയ പിന്നെ കഥ കൊടുത്ത് പറയുന്ന ആദ്യത്തെ പ്രത്യേക ജീവിതം. നോർമലി സിനിമ പ്രോസസ് ആണ്. അവിടെ നിന്ന് ഒരു 15 ദിവസത്തെ പ്രീ പ്രൊഡക്ഷനും കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങുമ്പോൾ എന്താണ് ഇപ്പൊ ഉണ്ടായത്? അല്ല അവര് ചേട്ടന്റെ ഭാഗ്യത്തെ പറഞ്ഞെന്തോ അല്ല അതൊരു പ്രത്യേകത. നോർമലി നമ്മൾ കാണുന്ന ഒരു സിനിമ ഒരാളുടെ അടുത്ത് പിച്ച് ചെയ്ത് ആളത് ഇഷ്ടപ്പെട്ട് ചിലപ്പം ഇറ്റ് ടേക്സ് 1 year 2 year 3 year ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് വർഷങ്ങൾ കാത്തിരുന്ന ആ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് വർഷങ്ങൾ ചെലവാക്കിയ അത് ഇതൊരു പ്രോസസ് അല്ലേ. അങ്ങനെ നോക്കുമ്പം ഇത് കൊടുക്കുന്നു, എസ് പറയുന്നു, എന്നാ പിന്നെ നാളെ എനിക്കത് ഭയങ്കര സിനിമാറ്റിക് ഇങ്ങനെ അങ്ങനെ ഉണ്ടാവാൻ പാടില്ലല്ലോ. ശരിയാവല്ലോ 2 മാസം കേട്ടത്. ഈ ഇടയ്ക്ക് മലയാള സിനിമയിൽ എല്ലാം ഈ ഒരുമാതിരി റിയാലിറ്റി ത്രില്ലർ ആ ഒരു ജോണറിലുള്ള എല്ലാം നമുക്ക് ഭയങ്കര എന്താ പറയുക സോൾഫുൾ അങ്ങനെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകളാണ്. അതിൻ്റെ ഇടയ്ക്ക് സാഹസം കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയുന്നുണ്ടായിരിക്കും നിങ്ങളോട് അത് ക്രിഞ്ചാണോ എന്ന് എനിക്കറിയില്ല, ഇതിന്റെ വെട്ടത്തിന്റെ ഒരു ഇത് തോന്നി ക്രിഞ്ചല്ല. പാട്ടിന്റെ പ്ലേസിങ് അതായത് ആദ്യം ഒരു സീനിലുണ്ട് ഈ ഫൈറ്റിൽ വരെ ഈ പാട്ട് കൊണ്ടുവന്നപ്പോൾ ഇതെങ്ങനെയാണ് കൊണ്ടുവന്ന് നിങ്ങളിത് പ്ലേസ് ചെയ്ത ചേട്ടനായിരിക്കും അതിന്റെ ഐഡിയ. എന്നാലും ഞാൻ ചോദിക്കുക ആ അവസാനം സ്റ്റണ്ട് ഉണ്ടല്ലോ ചവിട്ടി തുറന്ന് കയറി വരുമ്പോ തന്നെ മുത്തം തേടി അതാണല്ലോ, അതുകൊണ്ട് ചോദിച്ചത്. മുത്തം തേടിയൊക്കെ അവിടെ കൊണ്ടുവരുന്നത് എനിക്ക് തോന്നുന്നത് മുത്തം തേടി വീണ്ടും ക്ലൈമാക്സിൽ കൊണ്ടുവന്നത് ബിബിന്റെ ഐഡിയ ആയിരുന്നു എന്ന് തോന്നുന്നു. ഓപ്പണിങ്ങിലെ സോങ്ങിന്റെ കുറച്ച് റാംപ്ഡ് അപ്പ് വേർഷൻ ആയിരിക്കും അവസാനം എന്നുള്ളത് നമ്മൾ ആദ്യം തീരുമാനിച്ചിരുന്നു. പിന്നെ ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ബിബിനാണെങ്കിലും മ്യൂസിക് ഡയറക്ടർ ബിബിൻ ആര്യാണ് പറയുന്നത്. ഇവരൊക്കെ കൂടെ അതെ ഇവരെല്ലാരും കൂടെ ഉള്ളൊരു പരിപാടിയിലാണോ?
സീരിയസ് ആയിട്ട് മ്യൂസിക് ഡയറക്ടർ ബിബിന്റെ കാര്യം നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. അതായത് നിങ്ങൾ വൈബ് ചെയ്യണ സോങ് വേണോ, വൈബ് ചെയ്യണ സോങ് ഉണ്ട്, റൊമാൻറ്റിക് സോങ് ഉണ്ടോ, അതുണ്ട്. അതുമാതിരി മറ്റേ പാട്ടുണ്ടല്ലോ സ്റ്റണ്ടിന്റെ ഒക്കെ ഇടയ്ക്ക് വരുന്നത്, ഭദ്ര ചേച്ചി പാടിയ ഒരു പാട്ടില് എല്ലാ പാട്ടും ബ്യൂട്ടിഫുൾ ആണ്. ഇതിന്റെ ഉള്ളിൽ ഞാൻ പിന്നെ നോട്ട് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞോട്ടെ, എല്ലാവരും സിൻസിയർ താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് തുടക്കത്തിൽ എഴുതുന്നത്. ചേട്ടൻ അതിലൊരു വ്യത്യസ്തത വരുത്തിയേക്കുന്നത് കണ്ടു. ഒരുപാട് സ്നേഹം എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവർക്കും മെൻഷൻ ചെയ്തേക്കുന്നത്. എനിക്കറിയില്ല അത് ഈ സിനിമയുടെ ഇത്ര ഇത് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും ആ ഒരു സ്റ്റാർഡം പീക്കിൽ, ബിക്കോസ് നിങ്ങളെ ഈ പാപ്പരാസീസും ഒക്കെ കവർ ചെയ്യണല്ലോ എല്ലായിടത്തും. അപ്പൊ ചേട്ടന് ഈ ഫിലിമിന്റെ ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഒരു ഹൈപ്പ് മൂമെന്റ് എന്താണ്, ഹൈ ആയിട്ട് നിൽക്കുന്ന മൂമെന്റ് എന്താണ്? അല്ല, ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഞങ്ങൾ 4 പേര് ഇവിടെ ഇരിക്കുമ്പം നല്ല സിനിമയാണ് എന്ന് പറയുമ്പം ഞങ്ങൾ 4 പേര് റെപ്രസെന്റ് ചെയ്യുന്നത് 200ഓളം ആളുകളുള്ള ഞങ്ങളുടെ ടോട്ടൽ ക്രൂവിനെയാണ്. അപ്പം അതിനകത്തുള്ള എല്ലാവരും കൂടെ പണിയെടുത്തത് കൊണ്ട് മാത്രം ഇപ്പം ഈ കാണുന്ന ഷേപ്പിലും ലുക്കിലും ആയ സിനിമയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് സ്നേഹം. അതേപോലെ തന്നെ ജീവയുടെ എനിക്ക് വേറൊരു കാര്യം തോന്നിയത്, ഈ വന്നിറങ്ങുമ്പോഴൊക്കെ ഇംഗ്ലീഷ് സോങ്ങിന്റെ സ്വാഗിൽ സ്മോക്ക് ചെയ്തൊക്കെ അറിയണേ, ഇതൊക്കെ ചോദിച്ചു വാങ്ങിച്ചതാണോ അതോ അത് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാ അള്ളിയത് ഞാൻ കയറി. അപ്പ പിടിച്ച പിടിയാ, പിന്നെ വിട്ടിട്ടില്ല, ഇപ്പോഴും വിട്ടിട്ടില്ല. അതേപോലെ തന്നെ ടെസ ചേച്ചി, ബാക്കിയുള്ള ക്യാരക്ടേഴ്സ്, ഞങ്ങളുടെ വർഷ ഞങ്ങളുടെ ജിഞ്ചർ മീഡിയയുടെ വർഷയാണ്. അതേപോലെ തന്നെ ഗൗരി, എല്ലാവരും ബ്യൂട്ടിഫുൾ ആണ് എന്റെ ഉള്ളില്. ഗൗരി ആക്ച്വലി ഇന്ന് ഇന്റർവ്യൂവിന് വരേണ്ടതായിരുന്നു, ഷൂട്ടുള്ളവരും പോയി. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അവളുടെ പേര് ഇടയ്ക്കിടയ്ക്ക് ഇതിപ്പോ പറഞ്ഞ ഞാനായിട്ട് ഞാൻ സേഫ് ആയി. ഓക്കെ, ആക്ച്വലി നമ്മൾ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് ഗൗരി. എന്തോ ഒന്ന് മിസ്സായ പോലെ കസേജ് നീക്കിട്ട് അവിടെ ഉള്ള പോലത്തെ ഒരു ഫീൽ കൊടുക്കാൻ പറ്റില്ല. ഇല്ലടാ, ആ ഫീൽ കൊടുക്കണം. അത്രയും ഫീൽ വേണ്ട. ഇല്ല, അതേമാതിരി റംസാന് മറ്റേതിന്റെ ഉള്ളിൽ രതിപുഷ്പം മാത്രമാണെങ്കിൽ ഇതിന്റെ എത്ര സോങ്സ് അല്ല കിട്ടിയത്. അതേപോലെ അയ്യോ ഞാൻ അതേപോലെ പറഞ്ഞ പല കാര്യം പറയാൻ വിട്ടുപോയതുകൊണ്ട് ഞാൻ ചെയ്യുന്നത്. ഈ ഓണം മൂഡ് എന്ന് പറഞ്ഞ പാട്ട് സിനിമയുടെ ആഗമത്തിൽ മാർക്കറ്റ് ചെയ്ത് തള്ളി മറിച്ചില്ലേ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അത് ആരുടെ ഐഡിയ ആയിരുന്നു ഓണം മൂഡ് പാട്ട് കൊണ്ടുവരാൻ എടുത്തിട്ട് അലക്കണം എന്നുള്ളൊരു ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടർ അല്ല, ഈ സിനിമ ഷൂട്ടിന് മുമ്പ് തന്നെ ഇതിനകത്തൊരു ഓണപ്പാട്ട് വേണമെന്നും, കാരണം സിനിമയിൽ ഓണമുണ്ട്, ഓണപ്പാട്ട് വേണമെന്നും അതൊരു ഡാൻസ് നമ്പർ ആയിരിക്കണമെന്നും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതായിരിക്കണം ഫസ്റ്റ് പ്രൊമോഷൻ കണ്ടന്റ് എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അത് ഹിറ്റ് അടിച്ചിട്ടായിരിക്കണം പ്രൊമോഷൻസ് അല്ലെങ്കിൽ അറ്റൻഷൻ എടുക്കേണ്ടത്. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, പിന്നെ ആ പാട്ട് ഉണ്ടാക്കി അത് ഹിറ്റാക്കി തരിക എന്നുള്ളത് ഇവരുടെയൊക്കെ പണിയാണ്. എന്തായാലും അടിപൊളിയായിരുന്നു സാഹസം. ഇനിയും ഇതുപോലെ തന്നെ നല്ല മൂവീസ് മേക്ക് ചെയ്ത് വരട്ടെ. ത്രില്ലർ ആദ്യം എടുത്തു, നമ്മളെ നന്നായിട്ട് ചിരിപ്പിച്ച ഒരു മൂവി എടുത്തു വന്നു. ഇതേമാതിരി പല ജോണേഴ്സിലുള്ള ഒരു മൂവീസ് ചേട്ടൻ്റെ ഭാഗത്ത് നിന്ന് വരട്ടെ. ആൻഡ് നിങ്ങൾ ഇനി കയറി ഇങ്ങനെ പോട്ടെ. നല്ല റോൾസ് കിട്ടി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞത് ഇതേ എക്സൈറ്റ്മെന്റില് ഫ്രണ്ട്സിനോടും ഫാമിലിയോടും പറയാം. തീർച്ചയായും. ഓക്കെ, അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.